സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത. 107-ാം സങ്കീർത്തനം. കർത്താവിന് നന്ദി പറയുവീൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനമിടിഞ്ഞു, അവർ വീണു, സഹായിക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ, ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വേച്ച് നടക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ജനത്തിൻ്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായി മാറ്റുന്നു. അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഒരു നിലമാക്കുന്നു. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു. അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി. അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വടിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി. ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥ ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു. ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു.
വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ചു ഗ്രഹിക്കട്ടെ. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. ദൈവജനമേ, സങ്കീർത്തനം 107 അധ്യായം ദൈവപിതാവിൻ്റെ അനന്തമായ ദയയും വിശ്വസ്തതയും പ്രഖ്യാപിക്കുന്ന ഒരു മഹത്വഗാനമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, അവൻ നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു എന്ന വചനത്തോടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ തിരകളിലൂടെയോ മരുഭൂമികളിലൂടെയോ തടവറകളിലോ രോഗപീഠകളിലോ കർത്താവായ യേശുവിൻ്റെ കരുണയും രക്ഷയും എങ്ങനെ എവിടെ വെളിപ്പെടുന്നു എന്ന് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ തൻ്റെ നിസ്സഹായ അവസ്ഥ തിരിച്ചറിയുമ്പോൾ, കരയുമ്പോൾ, കേഴുമ്പോൾ കർത്താവായ യേശു അവനെ രക്ഷിക്കുന്നു, അവളെ രക്ഷിക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൻ്റെ ആത്മസാരം. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം പുരാതന ഇസ്രായേലിയർ ബാബേൽ തടവിൽ നിന്ന് മടങ്ങിയെത്തിയ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെയൊക്കെ ജീവിതം ദുരിതവും അന്യദേശവാസവുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയിൽ അവർ വീണ്ടും സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി. അതിനാൽ ഈ സങ്കീർത്തനം ഒരു നന്ദി ഗാനം കൂടിയാണ്. നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചുള്ള ഒരു ഉല്ലാസമാർന്ന സാക്ഷ്യവും. കർത്താവായ യേശുവിൻ്റെ രക്ഷകരമായിട്ടുള്ള കരങ്ങൾ എപ്പോഴും തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ചരിത്രം ഇവിടെയും പ്രതിഫലിക്കുന്നു. ദൈവജനമേ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ സങ്കീർത്തനത്തിൻ്റെ സത്യങ്ങൾ അതേപടി പലപ്പോഴായി അനുഭവപ്പെടുന്നുണ്ട്. ഒരൊറ്റ വ്യക്തിയായും ഒരു കുടുംബത്തിൻ്റെ നാഥനായും ഒരു നേതാവായും ഒക്കെ നമ്മൾ പലപ്പോഴും വഴിതെറ്റുകയും മരുഭൂമി പോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ, രോഗങ്ങൾ, സാമ്പത്തിക അസ്ഥിരതകൾ, ബന്ധങ്ങളിലെ മുറിപ്പാടുകൾ ഇവയൊക്കെ ആ പുരാതന മരുഭൂമി പോലെയാണ്. എന്നാൽ കർത്താവായ യേശുവിനോട് നാം നിലവിളിച്ച് കേഴുമ്പോൾ അവൻ നമ്മെ തിരികെ കൊണ്ടുവരുന്നു, നമ്മെ വഴികാട്ടുന്നു. അവർ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവൻ അവരെ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ചു എന്ന് 13-ാം വചനം പറയുന്നു. ഇന്നും അതേ ശക്തിയോടെ നമ്മെ കർത്താവ് ആഴത്തിൽ സ്പർശിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കും. കാറ്റിലെ കൊടുങ്കാറ്റിനെ കടലിൽ ശമിപ്പിച്ചപ്പോൾ, മർക്കോസിൻ്റെ 4:39 രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ, വഴിതെറ്റിയവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവായ യേശു തന്നെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ജീവമായ രൂപം. അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 14:6. മനുഷ്യനെ പാപത്തിൻ്റെ മരുഭൂമിയിൽ നിന്നും തിരികെ കൊണ്ടുവരുന്ന, തിരികെ നയിക്കുന്ന കർത്താവായ യേശുവാണ് സങ്കീർത്തനം 107 ദൈവത്തിൻ്റെ ദയയുടെ പൂർണ്ണ രൂപവും നിത്യ രൂപവും. ഇന്നത്തെ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ചാർത്തണം. നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം. സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ കരുണയുടെ അനുഭവങ്ങൾ നമ്മൾ എത്രയോ തവണ നമ്മൾ മറക്കുന്നു. നമ്മളുടെ കൺവീനിയൻസിനായി വി ഫീൽ എൻടൈറ്റിൽഡ് ക്വൈറ്റ് ഓഫ്റ്റൻ. നന്ദി പറയാത്ത 9 കുഷ്ഠരോഗികളെ പോലെ നന്ദി പറയാതെ നമ്മൾ കടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. നന്ദി തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായി നാം മാറണം. We should be able to express our gratitude to God the Father, who is the creator of heaven and earth, who is keeping us alive, who is taking care of us wholly to this moment. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ ദൈവത്തിൻ്റെ കരുണയെ സാക്ഷ്യപ്പെടുത്തുന്നവരായി ജീവിക്കുക എന്നതാണ് സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൻ്റെ ആഹ്വാനം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മെ എപ്പോഴും വീണ്ടെടുക്കും. കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിനായി നമ്മെ ആത്മീയമായി തയ്യാറാക്കുന്ന ഈ വചനങ്ങൾ നമ്മെ ഉണർത്തട്ടെ, നമ്മുടെ ആത്മാവിനെ ഉണർത്തട്ടെ. നന്ദിയും വിശ്വാസവും നിറഞ്ഞ ഹൃദയങ്ങളായിരിക്കട്ടെ നമ്മുടേത്. കർത്താവായ യേശുവിൻ്റെ ദയയെ സ്തുതിക്കുമ്പോൾ അത് നമുക്ക് രക്ഷയും സമാധാനവും നൽകുന്നു, നമ്മുടെ മാർഗമായി മാറുന്നു. നമുക്കായി ദയയുള്ള കർത്താവായ യേശു കാത്തിരിക്കുന്നു. നാം മടങ്ങി വന്നാൽ അവിടുന്ന് നമ്മെ സ്വീകരിക്കും, നമ്മെ ഉയർത്തും. സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃ നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു.
അവിടുന്ന് അരുൾ ചെയ്താലും